വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ ജാമ്യം കിട്ടിയതിനു ശേഷം PC ജോർജ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും മനസ്സും ചിന്തയൊക്കെ നന്നാക്കിയിട്ടായിരിക്കും തിരിച്ചു വരുന്നതെന്നല്ലേ? നെഹി, വിദ്വേഷ പരാമർശം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ് കവി ഉദ്ദേശിച്ചത്. പുരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് എന്താണോ നന്നാവാത്തത്. PC ജോർജിനെ കുറിച്ചാണ് ചർച്ച. എന്നിട്ട് അടുത്ത വിഷയം ഒരു വിദ്വേഷ പരാമർശത്തിന്റെ ആഫ്റ്റർ എഫക്ട് കഴിയുന്നല്ലേ ഉള്ളൂ. പുതിയത് പ്രശ്നം. PC ജോർജ് ഒരു പൊതുപ്രവർത്തകനാണ്. വിവാദ പ്രസംഗം അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രസംഗം, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ PC ജോർജിന് കഴിയും. തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിനാണ് എല്ലാരും കൂടെ PC ജോർജിന്റെ മെക്കെട്ട് കയറുന്നത്. എന്നാ അതൊന്നും അറിയണല്ലോ. ഇതെന്താണിത്, വെള്ളരിക്കപ്പെട്ടണോ? ഒരു സമൂഹത്തിന് നേർവഴിക്ക് നടത്താന്നുള്ളത് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തല്ലേ? അവിടെ കേന്ദ്രത്തിലുള്ള RSSന്റെയും BJPയുടെ നേതാക്കൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയുമെന്നും അതുകൊണ്ട് നേതൃത്വത്തിലേക്കൊക്കെ വരാമെന്നൊക്കെയുള്ള അദ്ദേഹത്തിന് വലിയ അജണ്ടകളുണ്ടാവാം. പക്ഷേ ആ നല്ലവനായ ജനപ്രതിനിധി വരൂ, വന്നിട്ട് എന്താ പ്രശ്നം എന്ന് പറയൂ. എന്താണ് ഇങ്ങനെ എല്ലാരും വളഞ്ഞിട്ട് ആക്രമിക്കണേ? പെൺകുട്ടികളുടെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല. വളരെ ഗതികെട്ട നിലയിലാണ്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട. മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. കടക്കണ്ട, അതാ നല്ലത്. അല്ല, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? കഴിഞ്ഞ ദിവസല്ലേ ഹൈക്കോടതിയുടെ മതവിദ്വേഷ പരാമർശത്തിന് വയർ നിറച്ച് കിട്ടിയത്? എന്നിട്ടും പഠിക്കാത്തത് എന്താണ്? മറ്റു മുന്നണിയിലുള്ളവര്, നാട്ടുകാര്, കോടതി വരെ പറഞ്ഞു കൊടുത്തതാണ്. PC ജോർജിന്റെ നാവിന്റെ താക്കോല് ഊട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആയിക്കോട്ടെ. എന്നാ പിന്നെ ജയിലും കോടതിയും ആശുപത്രിയൊക്കെ ആയിട്ട് കുറെ കയറി ഇറങ്ങി നടന്നില്ലേ? ഇനിയും അതുപോലെ തന്നെ കയറി ഇറങ്ങി നടക്കേണ്ടി വരും കേട്ടാ. എന്നാലും ലവ് ജിഹാദിന്റെ ഭാഗമായിട്ട് 400 പെൺകുട്ടികളെ മീനച്ചിൽ താലൂക്കിൽ മാത്രം തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കണക്ക് PC ജോർജിന് എവിടെ നിന്നായിരിക്കും കിട്ടിയത്? എന്നാ പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് പുറത്തു വിട്. അതല്ലേ ഹീറോയിസം. തലയ്ക്കുള്ളിലും ഒന്നുമില്ല. അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളും കോടതികളും അങ്ങനെ ഒരു ലവ് ജിഹാദ് രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്ന് കൃത്യമായി അടിവരയിട്ട് പറഞ്ഞിട്ടും വീണ്ടും അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് നാട്ടിൽ കലാപാഹ്വാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പാർലമെന്റ്, കേന്ദ്ര ഏജൻസികള്, കോടതി ഒക്കെ അന്വേഷിച്ചിട്ട് ലവ് ജിഹാദിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. എന്നിട്ട് PC ജോർജ് അത് കണ്ടുപിടിച്ചില്ലേ? അപ്പൊ പിന്നെ മൂപ്പര് അഭിനന്ദിക്കല്ലേ വേണ്ടത്? ഇതൊക്കെ എന്ത്? ഇവിടെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒന്നുമല്ല, ഇന്ത്യയാണ്. ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് പറയാൻ പറ്റും, എന്ത് പറയാൻ പാടില്ല എന്നൊക്കെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തേ അച്ഛനും മോനും ആ പേജുകൾ വായിച്ചിട്ടില്ലേ? കം ടു ദ പോയിന്റ്. അപ്പോ പലതരം ഏജൻസികൾ തലകുത്തി പറഞ്ഞിട്ടും കണ്ടുപിടിക്കാൻ പറ്റാതിരുന്ന ലവ് ജിഹാദ്, അതിലെ 400 എണ്ണം. ഈ കണക്കൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? എന്തിന് 400? 4000 കണക്കുണ്ട്. പക്ഷേ അത് ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും. വൗ, അച്ഛനെ കടത്തി വെട്ടിക്കൊണ്ട് മകന്റെ കണക്ക് 400 അല്ല 4000 ലവ് ജിഹാദ് കേസ് ഉണ്ടെന്ന്. അതെ, ഞങ്ങളെ ജയിലിൽ കയറ്റാൻ വേറെ ആരുടെയും സഹായം വേണ്ടട്ടാ. ഞങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ജയിലിൽ കയറാൻ പറ്റുന്നതാണ് ഷോൺ ജോർജിന്റെ വർത്താനം കേട്ട് നമുക്ക് മനസ്സിലാവാം. അദ്ദേഹത്തിന്റെ കൈവശം അതിനുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്തുവിടണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കണക്കെടുത്ത് പുറത്തുവിട്ടാൽ ആ കുടുംബങ്ങളെ കൂടുതൽ അപമാനിക്കുന്നതിന് തുല്യമാവും. ആണോ കുഞ്ഞ്? ആ കുടുംബങ്ങളുടെ സങ്കടം എടുത്തിട്ടാണ് ഡീറ്റെയിൽസ് പുറത്തുവിടാത്തത്. ലവ് ജിഹാദ് ഒന്നും നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും മോനും കുറെ കണക്കങ്ങട്ട് വായുവിൽ എഴുതി കൂട്ടി തരും. എല്ലാവരും അത് വിശ്വസിക്കണം കേട്ടല്ലോ. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട. മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. എന്തിന് 400? 4000 കണക്കുണ്ട്. പക്ഷേ അത് ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും. മതവിദ്വേഷത്തിന്റെ പേരിൽ 1-2 കേസല്ലല്ലോ അല്ലേ ഉള്ളത്. ലാസ്റ്റ് കേസിന് കോടതി പോയപ്പോ എന്തുട്ടാ പറഞ്ഞത്? സോറി, ഒരബദ്ധം പറ്റിയതാണെന്നല്ലേ. അപ്പൊ പിന്നെ ഇനി ഈ കാര്യത്തിൽ എന്തുട്ടാ പറയാൻ പോണത്? സോറി, വീണ്ടും അബദ്ധം പറ്റിയെന്നോ? വെറുതെ അല്ല കോടതി എന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ കാര്യത്തില് PC ജോർജിന് ഒരബദ്ധല്ല, അബദ്ധങ്ങളോട് അബദ്ധാണ്. മതവിദ്വേഷം കഴിഞ്ഞു, ഇനി സ്വല്പം സ്ത്രീവിരുദ്ധതയാവാം. മതവിദ്വേഷവും സ്ത്രീവിരുദ്ധതയും അശ്ലീല പരാമർശവും കലാപാഹനൊക്കെ കൂടി ചേർന്ന ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണല്ലോ PC ജോർജ്. പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച്, വയസ്സ് 25. ഇന്നലെ
ഇന്നലെ രാത്രി 9:30 പോയത്, തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സ് വരെ ആ പെൺകുച്ചിനെ പിടിച്ചു വെച്ചാൽ അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞ്? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അത്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? നാണുണ്ടോ പിള്ളേരെ? 10-25 വയസ്സായിട്ടും പഠിപ്പ് ജോലി എന്നൊക്കെ പറഞ്ഞിരിക്കാനായിട്ട്? കല്യാണം അതാവണം ഒരു പെൺകുട്ടിയുടെ ആത്യന്തിക ലക്ഷ്യം. PC ജോർജ് ജി ഇത്രയും ശക്തമായ സന്ദേശം പറഞ്ഞു തരാനില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തിയായിരുന്നു അല്ലേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നൂല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഒരു പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഇത് റിയാലിറ്റിയാണ്, മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ്. ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. അത് വേണ്ട 10-25 വയസ്സായ പെൺകുട്ടികളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നം. ബാക്കിയുള്ള എല്ലാരെയും ആ കൂട്ടത്തിൽ പെടുത്തല്ലേ ജോർജ് ജി? ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു 24 വയസ്സിനകം ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല. അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. പെൺകുട്ടികളെ 24 വയസ്സിന് മുന്നേ കല്യാണം കഴിക്കൂ, ലവ് ജിഹാദിൽ നിന്ന് രക്ഷ നേടൂ. PC ജോർജ് ആപ്തവാക്യം, ലേറ്റസ്റ്റ് വേർഷൻ. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ, അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി. ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല, അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതിന് നിങ്ങൾ മേടിക്കുമെന്നുണ്ട്, അവരെ കൂടെ നമ്മോടൊപ്പം നിർത്തണം. അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടുകയല്ല, പറഞ്ഞേക്കാം. അതായത് ജീമാരെ സോപ്പിട്ട് നിൽക്കാണ്ട് ഇവിടെ ഒരു ജീവിതം സാധ്യമല്ല എന്നാണ് ജീമാന്റെ ടീമിലെ ജോർജ് ജി പറയുന്നത്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൂടി നമ്മോടൊപ്പം സഹകരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നന്നായിരിക്കും. ഇങ്ങനെ പോവാണെങ്കിലേ ജയിൽ വളപ്പിൽ തന്നെ ഒരു പുതിയ വീട് വെക്കുന്നത് ജോർജ് ജി നല്ലതായിരിക്കും കേട്ടോ. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പോക്കുവരവ് ഒഴിവാക്കായിരുന്നല്ലോ. ഇനി നമുക്ക് ആശാ വർക്കർമാരുടെ വിഷയത്തിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള പോരവിടം വരെയായി നോക്കാം. ആശാ വർക്കേഴ്സിന്റെ വേതനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ പോര് തുടരാണ്. ആശാ വർക്കേഴ്സിന് കൊടയും റെയിൻകോട്ടും ഒക്കെ കൊടുത്ത ഒരാളുണ്ടായിരുന്നല്ലോ, പുള്ളി എന്തേ എല്ലാം ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അന്ന് പോയതായിരുന്നല്ലോ. കുറിച്ചൊന്നും എന്നോട് ചോദിക്കല്ലേ, എന്റെ വഴി വേറെയാ. അല്ല, കേന്ദ്രത്തിൽ പോയി മന്ത്രിമാരെയൊക്കെ കണ്ട് കാശിന്റെ കാര്യം സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടല്ലേ സുരേഷ് ഗോപിജി ഇവിടുന്ന് പോയത്? ഇത് പെട്ടെന്ന് മരമൊന്നുമില്ല പണം കായ്ക്കുന്ന പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടുന്ന് കൊടുക്കും, അതൊക്കെ അവർക്ക് നോക്കണ്ടേ. സുരേഷ് ഗോപിജിയുടെ സന്ദർശനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോന്ന് അറിയില്ല. എന്തായാലും കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് ആശാ വർക്കർമാരുടെ വേതനം കൂട്ടാന്ന്. അപ്പൊ എല്ലാവരും ഏന്ന് പറഞ്ഞ് കൈയടിച്ചു. അപ്പോഴാണ് വീണ ജോർജ് പറഞ്ഞത് സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോഴും 636 കോടി രൂപ കിട്ടാണ്ടെന്ന്. ഇന്നലെ ആരോഗ്യമന്ത്രി ശ്രീ JP നഡ്ഡ അവറുകൾ വ്യക്തമായി പാർലമെന്റിൽ കേരളത്തിന് ഒരു നയാ പൈസയുടെ കുടിശ്ശികയും നൽകാനില്ല, എല്ലാം നൽകിക്കഴിഞ്ഞു. അല്ല സുരേന്ദ്രൻജി, ഇതിപ്പോ ഇവിടുത്തെ ഭരണപക്ഷം മാത്രമല്ലല്ലോ, ഇവിടുത്തെ പ്രതിപക്ഷം ഇതേ ആരോപണങ്ങൾ തന്നെയല്ലേ ഉന്നയിക്കണത്. പ്രതിപക്ഷത്തിന് തലയിൽ ആള് താമസമില്ലെന്ന്. എന്നൊരു കാര്യം ചെയ്യും, സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും നടുവിൽ നിൽക്കുന്ന ആളോട് ചോദിക്കാം. എനിക്ക് കോൺഗ്രസിന്റെ മനസ്സാണ്, പക്ഷെ ഞാൻ എപ്പോഴും LDFന്റെ കൂടെയാണെന്ന് പറയുന്ന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്. ആശാ വർക്കേഴ്സിന്റെ ഇഷ്യൂ ആണ്, അതിന് നോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആശാ വർക്കേഴ്സിൻ്റെത് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ്. അപ്പൊ കേട്ടല്ലോ സുരേന്ദ്രൻജി, ആശ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അപ്പൊ വേണ്ട ഇടപെടലൊക്കെ നടത്തേണ്ടത് നിങ്ങൾ തന്നെയാണെന്നാണ് പുള്ളി പറയുന്നത്. KV തോമസിനെ പോലുള്ള ആൾക്കാരെ വെച്ച് ലക്ഷക്കണക്കിന് രൂപ, അജകള സ്ഥലം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ആടിന്റെ കഴുത്തില് പാലും കിട്ടൂല, ഒരു പ്രയോജനവും ഇല്ല. KV തോമസ് മാത്രല്ല, പ്രതിഷേധ സ്വരം ഉയർത്താൻ അവിടെ വേറെയും കുറെ ആൾക്കാരില്ലേ. ആശാ വർക്കർമാരുടെ വിഷയത്തില് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ MP നടത്തിയ പ്രതിഷേധം കണ്ടിരുന്നില്ലേ? LDFന് നിൽക്കക്കള്ളിയില്ലാതെ അവര് എല്ലാ കുറ്റവും കേന്ദ്രത്തിനെ പറയുകയാണ്. ഈ കിഴങ്ങന്മാരെ എന്തിനാണ് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സമരം നടത്തിയത്? കേരളത്തിലെ MP BJP സംസ്ഥാന അധ്യക്ഷൻ അഭിസംബോധന ചെയ്ത വാക്ക് കേട്ടല്ലോ അല്ലേ, കിഴങ്ങന്മാർ. കേന്ദ്രം കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഴിചാറിലാണ് ബാക്കിയുള്ളത്. എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, കുറവുണ്ടെങ്കിൽ നോക്കും. കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും അടി, മറ്റുള്ളവരുടെ അധിക്ഷേപ പരാമർശങ്ങൾ, അതിന്റെ ഇടയിൽ ആശാ വർക്കർമാര് അവരുടെ സമരം തുടരാണ്. കാശിന്റെ കാര്യത്തിലുള്ള രണ്ടു കൂട്ടരുടെയും അടി വേഗം സോൾവ് ആക്കിയിട്ട് ആശാ വർക്കർമാരുടെ കാര്യം പെട്ടെന്ന് പരിഗണിക്കണമെന്നേ നമുക്ക് പറയാനുള്ളൂ.